എൻ്റെ വിശേഷം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗ്യാസ് തീർന്നതുകൊണ്ട് നമ്മൾ അടുപ്പത്താണ് കേട്ടോ മീൻ കറി കഴിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കിളിമീൻ, ചുമന്ന മീനിൽ കിളിവരണ്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, ചെങ്കലവ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ ആ മീൻ വയ്ക്കാൻ വേണ്ടിയുള്ള ഗ്രേവിയാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത്. ഇതിൽ ചേർത്തേക്കുന്ന കുഞ്ഞുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി തക്കാളിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്നും നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം കേട്ടോ, കാരണം ചതച്ചല്ല ഇട്ടേക്കുന്നത്, അമ്മ അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. അപ്പം ചതച്ചതല്ലാത്തതുകൊണ്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതുകൊണ്ട് ഒന്ന് മൂത്ത് വരന്നിട്ട് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ തിരുവനന്തപുരത്ത് കിളിമീനൊക്കെ തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കുന്നത്. ഞങ്ങളവിടെ മത്തി മാത്രമാണ് മുളക് കറി വയ്ക്കുന്നത്, ബാക്കി എല്ലാ മീനും തേങ്ങ അരച്ചാണ് കേട്ടോ വെക്കുന്നത്. മത്തി മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടില്ല. പിന്നെ ചില ദിവസങ്ങളിൽ ചൂരയൊക്കെ അങ്ങനെ ഇട്ടുമ്പോൾ ഇവിടെ പിന്നെ എല്ലാം നേരെ തിരിച്ച തേങ്ങ അരച്ച് വെക്കുന്നത് ഞാൻ ഒന്നും അങ്ങനെ വെക്കാറില്ല. എല്ലാം ഇതുപോലെ മുളക് വെച്ചാണ് ഉണ്ടാക്കുന്നത്, മുളക് കറി ഉണ്ടാക്കുന്നത്. അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല ചൂടുമുണ്ട്, നല്ല തീയുണ്ട് കേട്ടോ. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി, നമ്മുടെ നാട്ടിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വറുത്ത് വെക്കും കേട്ടോ. ഇവിടെ പച്ചയാണ് ചേർക്കുന്നത്, അത് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാറാണ് പതിവ്. നമ്മളിവിടെ പൊടിപ്പിച്ച മല്ലിപ്പൊടിയൊക്കെ നമ്മളെപ്പോഴും കവറിൽ കാശ്മീരി ചില്ലിയാണ് അമ്മ വാങ്ങിക്കാറ്. അമ്മയുടെ ചേച്ചി മുളക് പൊടിച്ച് ഇങ്ങനെ വിൽക്കുന്നുണ്ട്, അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നതാണേ. അപ്പോൾ ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് കറിയല്ലേ, നല്ല എരി വേണം. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഇടാൻ മറന്നു കേട്ടോ, 2-3 മറ്റേ പുളി ഇടാൻ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ പുളിയോട് വലിയ താല്പര്യമില്ല, എനിക്കിഷ്ടമല്ല, ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. ഞങ്ങളവിടെയൊക്കെ പിഴുപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാൻ അതും എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുള്ളൂ, കാരണം ഇത് ചേർക്കണമുണ്ട്. ഇവിടെ നമ്മൾ തിരുവനന്തപുരത്ത് മറ്റേ പിഴുപുളിയാണ് ചേർക്കുന്നത്, അപ്പം ഇവിടെ ഇതാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ നികത്ത് വെച്ചിരിക്കാം. മുളക് പൊടി ഏകദേശം മൂത്തിട്ടുണ്ടേ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ. എല്ലാവർക്കും അറിയാം മീൻ കറിയൊക്കെ വയ്ക്കുന്നത്, എന്നാലും ഒരു വീഡിയോ അല്ലേ, ഒരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാം എന്ന് പറയാനല്ല. മല്ലിപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം, കാരണം എണ്ണയില്ല കേട്ടോ, ഇതൊന്ന് മൂത്ത് വരണം. ഇനി കുറച്ച് നമുക്ക് ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഉലുവ വറുത്ത് പൊടിച്ചാണ് വെച്ചേക്കുന്നത്. ഇത് ഞാൻ പൊടിച്ചുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ തരിയായിട്ട് കിടക്കുന്നത്. ഇത്ര അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഞാൻ പുക നല്ല വരുന്നതുകൊണ്ട് ഓരോ സ്ഥലത്തോട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്, ചൂടും കൂടെ ഉണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ. ഇത് ഇത്രയും ഒന്ന് റെഡിയായി വരട്ടെ. തീയും കത്തുന്നതും നിന്ന് കേട്ടോ, പുക മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ ഇത് മതി. ഇതിൻ്റെ മൺചട്ടി അവരുടെ ചൂട് നന്നായിട്ട് തങ്ങി വയ്ക്കും. അപ്പം നമുക്ക് ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്കിതിലോട്ട് നമ്മുടെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ അമ്മ ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ഇന്നലെ ചന്തയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇന്നലെ വെച്ചല്ലേ ഇന്ന് വെക്കാൻ വിചാരിച്ച്. ഇന്നലെ രാത്രി വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ചന്തയിൽ പോയത്. ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വെളിയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്, ഗ്യാസ് തീർന്നുകൊണ്ട്. അതുമല്ല ഗ്യാസിൻ്റെ തീ കത്തി വരുന്ന സംഭവം ഒടിഞ്ഞു പോയി. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. അത് ആ സംഭവം ഒടിഞ്ഞു പോയി, ഇനി പുതിയത് വാങ്ങിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ അതുവരെ നമ്മൾ അടുപ്പിൽ തന്നെ വേവിക്കേണ്ടി വരും. പിന്നെ ഇപ്പം നല്ല മഴ കണ്ടോ, നല്ല മഴ വരുന്നുണ്ട്. രാവിലെ തൊട്ട് ഇവിടെ മഴയായിരുന്നു, ഇപ്പോൾ കുറച്ച് തോന്നി കിട്ടിയതേ ഉള്ളൂ. പരുവമായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് അധികം സൗണ്ടൊന്നും വരത്തില്ലേ. ചില വീഡിയോയിൽ അധികം സൗണ്ട് കാണത്തില്ല കേട്ടോ. അപ്പം നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിട്ട് ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്ലാന്റേഷനിൽ ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് മഴയൊക്കെ ആയിരുന്നു, അപ്പോൾ അവിടെ പോയി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. മീനെല്ലാം ഞാനിങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഈ കണ്ണാപ്പൊടി എടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മീനിലെ വെള്ളമൊക്കെ അങ്ങ് പോവും. അപ്പം വേസ്റ്റ് വെള്ളമെല്ലാം പോയിട്ട് അത് അതിലോട്ടാകും കേട്ടോ. അപ്പോൾ ഇവിടെ കപ്പ ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത്, നമ്മൾ പുഴുങ്ങാൻ വയ്ക്കുന്ന രീതിയിലാണ് കപ്പ വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ മത്തി മീനാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഗ്യാസിൻ്റെ ഇത് ഒടിഞ്ഞു പോയെന്നുള്ള കേട്ടോ. ഏകദേശം 3 വർഷത്തിൽ കൂടുതലാവും നമ്മളിത് വാങ്ങിച്ചിട്ട്. ഓട്ടോമാറ്റിക് ആയിരുന്നു കേട്ടോ, നല്ല സാധനമായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഒടിഞ്ഞു പോയി. അപ്പം മീൻകറി എല്ലാം തിള വന്നിട്ടുണ്ട്. ഇത് പട്ടിക്ക് വേവിക്കാൻ വേണ്ടി എടുത്തേക്കുന്നതാണ് കേട്ടോ. ഇവിടെ പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ട്. പൂച്ചേനെ ഞങ്ങൾ ഈ ഗോഡൗണിൻ്റെ അകത്ത് കിടത്തുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ലോങ് ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം. താങ്ക് യു.